ഹായ് കൂട്ടുകാരെ, 2-3 ദിവസമായിട്ട് യാത്രയിലായിരുന്നല്ലോ ഞാൻ. അപ്പോൾ അതിൻ്റെ വിശേഷം നിങ്ങൾക്കും കൂടി പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് കേട്ടോ. ഞങ്ങളെ ഫാമിലി മൊത്തമായിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോവുകയാണ്. അതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് കാസർഗോഡൊക്കെ ഒന്ന് കണ്ട് കറങ്ങി വരാമെന്ന് കരുതിയിട്ടുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് സ്കൂളൊക്കെ അവധിയാണല്ലോ. അപ്പോൾ യാത്രയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രക്കാരായിരിക്കും. അപ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്താണ് നമ്മളെ പായസത്തിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിരുന്നത് കേട്ടോ. അതാണ് ചില സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നത്. റേഞ്ചിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. അങ്ങനെ ഞങ്ങൾ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ ഞങ്ങളെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. അടുത്തെത്തി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഞങ്ങളെ ഫാമിലിത്തെ മൊത്തം ചെറുതും വലുതായാലും എല്ലാവരും ഉണ്ട് കേട്ടോ. ട്രെയിനിൽ കയറാത്തവരും ട്രെയിനിൽ കയറിയവരും ഒക്കെ ഉണ്ട്. കുറേ യാത്രാവിശേഷങ്ങളുള്ള ഒരു അടിപൊളി വ്ളോഗ് തന്നെയാണ് കേട്ടോ. അത് തീർച്ചയായിട്ടും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ട്രെയിനൊക്കെ എത്തി കയറി ഞങ്ങൾ കേട്ടോ. മെല്ലെ അതിലേക്കൊന്ന് കയറി പറ്റിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല, കാരണം നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബോഗിയിൽ നിന്ന് ഒരു ബോഗിക്ക്, അങ്ങനെ 3 ബോഗിയിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അധികം ആളുകളുള്ളതുകൊണ്ട് തന്നെ അങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലത്തെത്തി. ഈ എനിക്കും മോൾക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ഈ വിൻഡോൻ്റെ അടുത്തായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് ഞങ്ങളിങ്ങനെ എടുക്കുകയാണ്. ഇപ്പോൾ സമയം 1:10 ആയിട്ടുള്ളൂ കേട്ടോ. 1:10 ട്രെയിൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ട്രെയിൻ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ഞാൻ സംസാരിച്ചിട്ട് വീഡിയോ നിങ്ങൾക്ക് വളരെ ബോറാക്കി തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കണുള്ളൂ. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ കുറേ പോയപ്പോൾ നമ്മളെ കായലൊക്കെ കാണാൻ തുടങ്ങിയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇത് അടിപൊളിയായിട്ട്, അവർക്കൊക്കെ ഭയങ്കര കൗതുകത്തോടെയാണ് അവർ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോയോണ്ടിരിക്കുന്നുണ്ട്. ഇനി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ ട്രെയിൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ അടുത്തിലൂടെ ഈ വേറൊരു ട്രെയിൻ അവിടെ നിർത്തിയിട്ടുള്ളത് കണ്ടത് കേട്ടോ. അങ്ങനെ ചരക്ക് വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കുട്ടികളൊക്കെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോയിൽ ഇടാമെന്ന് ഉമ്മാന്നൊക്കെ പറഞ്ഞിട്ട് മക്കളും ഒപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ. ചരക്ക് വണ്ടിയൊക്കെ ഉണ്ട്. അവർക്കതൊരു കൗതുകം തന്നെയായിരിക്കും ഇതുപോലെയുള്ള യാത്രകൾ. തീർച്ചയായിട്ടും മക്കൾ ഒരു വട്ടെങ്കിലുമൊക്കെ തീവണ്ടിയിൽ കയറ്റി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് യാത്ര ചെയ്യണം. അപ്പോൾ അവർക്ക് കുറേ വിശേഷങ്ങളായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയും കേട്ടോ. അങ്ങനെ വീണ്ടും ട്രെയിൻ നീങ്ങി അടുത്തൊരു പാളത്തിൽ നിന്നൊരു പാളത്തിലേക്ക് ഇതെങ്ങനെയാണ് കിടക്കുക അങ്ങനെയൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോണ സമയത്ത് നമ്മൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളും അന്ന് നൈറ്റിന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ കേട്ടോ. അങ്ങനെ കുറേ ഉണ്ട്. അപ്പോഴാണ് അത് എടുത്ത് കൂടെ അടുത്തൊരു ട്രെയിന് പോകുന്നുണ്ട് കേട്ടോ. ചീറി പാഞ്ഞിട്ടുള്ള പോക്ക് ട്രെയിനിൻ്റെ നല്ല ചെവി അലച്ച് പോകുന്നുണ്ട്. ചെവിയിൽ നല്ല അലച്ച് പോകുന്നൊരു സൗണ്ടോടെ കൂടിയിട്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ ഒരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്രയിൽ ഇങ്ങനെ പോയി കായലൊക്കെ കടന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയത്ത് നല്ല മഴയുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. മൊത്തമായിട്ട് വീഡിയോ എടുത്തിട്ട് കാസർഗോഡ് വരെ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ വല്ലാതെ ലെങ്ത് ആവും. എന്നാലും ഇതന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ണൂർ സ്റ്റേഷനിൽ കുറച്ച് സമയം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു വണ്ടി. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ വീണ്ടും നിങ്ങളെ വോയിസ് വെച്ചിട്ട് വിഷമിപ്പിക്കണില്ല. തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കൂ.
പലവിധം കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കച്ചവടക്കാർ വന്നതാണിത്. ഞങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് എല്ലായിടത്തും ഇതുപോലെ കീ ചെയിനുകൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഭാഗത്തും ഇതുപോലെ കീ ചെയിൻ മൊത്തമായിട്ട് അവർ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അവർ കച്ചവടത്തിൻ്റെ ഭാഗമാണെങ്കിലും കുട്ടികൾ കൂടുതലുള്ളിടത്തായിരിക്കും തോന്നുന്നത് ഇതുപോലെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല കൗതുകത്തിന് വേണ്ടിയിട്ട് എന്തായാലും ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. ഓരോ കീ ചെയിനും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരും അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ നിന്നൊരു കീ ചെയിൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കത്തി ഉള്ളൊരു കീ ചെയിനായിരുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കത്തി ഉള്ളത് സ്റ്റീലിൻ്റെ കേട്ടോ കീ ചെയിനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് കായലിൻ്റെ മേൽ കൂടെ വീണ്ടും യാത്രയൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോരുത്തരും ഇതാ ഡ്രസ്സൊക്കെ അഴിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ നിന്നാണ് കേട്ടോ ഞാനൊരു കീ ചെയിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്നൊരു കത്തിയുടെ ഒരു കീ ചെയിൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഇടയ്ക്ക് വരാം കേട്ടോ. അപ്പോൾ ഇതാ വീഡിയോ മൊത്തമായിട്ടൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ പയ്യന്നൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് സമയം നമ്മൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിടുന്നു പറഞ്ഞു. ആളുകൾക്ക് ഒന്ന് കയറി ഇറങ്ങാനൊക്കെ ഉള്ള സമയം കുറച്ച് സമയം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് ആളുകൾ കയറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഇപ്പോൾ പയ്യന്നൂരിൽ നിന്ന് വണ്ടി വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ മോളൊക്കെ ബർത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബർത്തിൽ കയറിയ സന്തോഷത്താൽ മോള് പറഞ്ഞു ഈ മൈനി വീഡിയോസ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ കൈക്കുഞ്ഞായിരുന്ന സമയത്താണ് മോൾ ഇതിനെ മുന്നേ തീവണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഇത്രയും പ്രായമായപ്പോൾ ഇതാ ബർത്തിലൊക്കെ കയറിയിരിക്കുകയാണ്. ആദ്യം നമ്മൾ കയറ്റി ഇരുത്തിയപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു മോൾക്ക് കേട്ടോ. ഇപ്പോൾ ഇതാ ജ്യേഷ്ഠൻ്റെ മോളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഞങ്ങൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യ് ഞങ്ങൾ ബർത്തിലിരിക്കണത് കാണിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു നല്ല സന്തോഷത്തിലാണ് രണ്ടാളും. ആദ്യം നല്ല പേടിയായിരുന്നു രണ്ടാൾക്കും കേട്ടോ. അങ്ങനെ അവരൊക്കെ കാണിച്ചതിന് ശേഷം ഇതാ വീണ്ടും അവർ പറയാണ് ഞങ്ങളിങ്ങനെ കെടുക്കണത് ഒപ്പം കെടുക്കണത് ഒന്നും കൂടി ഒന്ന് കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതാ അവർ നല്ല സന്തോഷത്തിൽ ഞങ്ങളെ വീഡിയോയിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചതായിരുന്നു കേട്ടോ. അത് അങ്ങനെ യാത്ര വീണ്ടും തുടർന്നു. ഇത്ര നേരം സംസാരിച്ച് ഇവിടെ വരെ എത്തി നമ്മളല്ലേ. ഇനി നിങ്ങൾ ഒന്ന് കണ്ടു നോക്കും മുഴുവൻ വീഡിയോസ്.
ഇപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ ഉള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. കുറച്ച് സമയം നമ്മളൊരു ഇരുട്ടിലൂടെ ഒരു യാത്രയാണ്. പകൽ പോകുമ്പോഴാണ് ഇതിൻ്റെ അടിപൊളി ഫീലായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. അങ്ങനെ ഒരു ഫീലും കൂടി ഈ ഒരു യാത്രയിലൂടെ നമുക്ക് കിട്ടി. കുട്ടികൾ ഒന്ന് പേടിച്ചെങ്കിലും വളരെ കൂളായിട്ട് തന്നെ അവരോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം തന്നെ വളരെ കൂളായിട്ട് അവരെ ഡീൽ ചെയ്തു കേട്ടോ. ഒന്ന് ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ടെങ്കിലും വളരെ കൂളായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരു അടിപൊളി ഫീൽ തന്നെയാണ് ആ ഒരു ഗുഹയിലൂടെയുള്ളൊരു ഒരു യാത്ര ഉണ്ടായിരുന്നത്. ഇനി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ ഇതപ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്താനായിട്ടുണ്ടാവും. ഒരു സ്റ്റോപ്പും കടിയും കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി. അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ എല്ലാവരും പറഞ്ഞ് എല്ലാവരും ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 5-6 മണിക്കൂർ നമ്മൾ ട്രെയിനിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്ത് എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ഇറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് അടുത്തുകൂടെ വേറൊരു ട്രെയിനും കൂടി പോകുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് വേഗം വിൻഡോയിൽ കൂടെ അതും കൂടി ഒന്ന് കാണിച്ചു തരായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അതാ മൊത്തമായിട്ട് എല്ലാവരും റെഡിയായി, എല്ലാവരുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാസർഗോഡ് ഇറങ്ങാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വണ്ടി മെല്ലെ ഒന്ന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി കേട്ടോ. ഇനി നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുകയാണ്. എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ പറയുന്നുണ്ട് കേട്ടോ, എന്താണ് എല്ലാവരും ഇവിടുന്ന് ഒറ്റയടിക്കാണ് ചാടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മാത്രമാണ് ഒരു കാല് മെല്ലെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഏതായാലും അങ്ങനെ നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതാണെന്ന് പറഞ്ഞാൽ മാലിക് ദീനാർ പള്ളിയാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സ്ഥലം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ റെഡ് കാണുന്ന ഭാഗത്തേക്ക് മക്കളൊന്നും പോവേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നീക്കി നിർത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പടികളൊക്കെ കയറിയതിന് ശേഷമാണ് നമുക്ക് ഇനി അപ്പുറത്തേക്ക് കടക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് റെയിൽവേ മുറിഞ്ഞ് കിടക്കാമെന്ന് പറയേണ്ടത്, പക്ഷേ അതൊക്കെ റിസ്ക് ആണല്ലോ. ഇങ്ങനെ നമ്മൾ സംസാരിച്ച് പെട്ടെന്ന് തന്നെ ഇതിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇതിലാണ് കടക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിലെ പോകുന്നത് കേട്ടോ. അങ്ങനെ അതാ ഓരോരുത്തർ കുട്ടികളൊക്കെ സ്റ്റെപ്പൊക്കെ എണ്ണീറ്റ് ഇങ്ങനെ മെല്ലെ മെല്ലെ കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.
നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് അടുത്ത ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് നമ്മൾ മാലിക് ദിനാർ പള്ളിയിലേക്ക് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങി ഇനി ഇവിടുന്ന് ഓട്ടോക്ക് പോകാനുള്ള ദൂരമുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും കൂടി ആകുമ്പോൾ നടക്കുന്നത് ഒരു രസമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി നടക്കാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ മെല്ലെ അങ്ങോട്ട് നടന്ന് നീങ്ങുകയാണ്. ഞാൻ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ വഴി ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കാസർഗോഡ് നഗരസഭ എന്ന് എഴുതിയിട്ടുള്ളൊരു ബോർഡൊക്കെ കണ്ടു. അപ്പോൾ അവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെ ഒരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ബോർഡും കൂടിയും കണ്ടിട്ടുണ്ടായിരുന്നു. ഉബൈദ് സാംസ്കാരിക കേന്ദ്രം എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് വലിയ കാര്യങ്ങളൊന്നും എനിക്കതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അതിൻ്റെ അടുത്തൊരു വലിയ ജുമാഅത്ത് പള്ളിയുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു പള്ളിയുള്ളത്. അങ്ങനെ അതൊക്കെ കടന്ന് നമുക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടു. അപ്പോൾ ഐദ്രോസ് ജുമാ മസ്ജിദ് എന്നൊക്കെയാണ് അതിന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു വലിയൊരു പള്ളി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കടന്ന് നമ്മളിങ്ങനെ നടന്ന് നീങ്ങാണ്. മഴയൊക്കെ ഉണ്ട് ഇവിടെ, ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ റോട്ടിൽ, ചില സ്ഥലത്ത് വെള്ളമൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡായിട്ട് കുറച്ചും ഇങ്ങോട്ട് കടന്നപ്പോൾ വീണ്ടും ഒരു പള്ളിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു പള്ളി കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കടന്നിട്ടാണ് നമുക്ക് നമ്മളെ മാലിക് ദിനാർ പള്ളിയിലേക്ക് പോവേണ്ടത്. അപ്പോൾ ഇതാ വീണ്ടും ഞങ്ങളിങ്ങനെ നടന്ന് നീങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമ്മളെ എൻ്റെ കയ്യിൽ കുഞ്ഞൊരു കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അവനൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഏകദേശം ഇതാ മാലിക് ദിനാറിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ അതിൻ്റെ ബോർഡാണ് കാണുന്നത്. അതിൻ്റെ അടുത്ത് എത്തിയിട്ട് ഉണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് ഈ കവാടത്തിൽ കൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് നടന്ന് പോവാം. ഇവിടെ എത്തി ഇനി കുറച്ച് ഉള്ളിലേക്കാണ് പോകുമ്പോഴാണ് നമ്മൾ പള്ളി കാണുക കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കവാടത്തിൻ്റെ ഉള്ളിലൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കവാടത്തിൽ നല്ല ലൈറ്റൊക്കെ കണ്ടപ്പോൾ അതും കൂടി ഒന്ന് എടുത്തോളൂ എന്നൊക്കെ പറയാണ് ഉമ്മ കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇത്താടെ മോനാണ് ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുഴുവനായിട്ട് വീഡിയോസ് എടുത്തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ച് വരുന്നുണ്ട് കേട്ടോ ആൾ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് കൂടുതൽ നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളും ഞങ്ങളെല്ലാവരും കൂടിയായിട്ട് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഏകദേശം വൈകുന്നേരമായി കേട്ടോ, ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ ഇത്താൻ്റെ മോന് പറയാൻ ഞാൻ വീഡിയോസ് എടുത്തുതരാം മുഴുവനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങിയിട്ട് വീഡിയോസ് എടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നിങ്ങൾ പള്ളി വരെ ഒന്ന് കണ്ടു നോക്കൂ.
അങ്ങനെ ഇതാ അടുത്ത കവാടം, പള്ളിയുടെ അടുത്ത കവാടം എത്തിയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ നേരമായതുകൊണ്ട് തന്നെ എല്ലായിടത്തും ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കവാടം കടന്നിട്ടാണ് നമ്മൾ മാലിക് ദിനാർ പള്ളിയിൽ എത്തുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ വലിയ പള്ളിയിൽ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമൊന്നുമില്ല. അതിൻ്റെ സൈഡിലായിട്ട് മാത്രമേ ഉള്ളൂ ഒരു കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെയാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി കൂടുതലായിട്ട് ഞാൻ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, കാരണം പിന്നെ ബാങ്ക് കൊടുത്തിട്ടോ. അവിടെ എത്തിയതും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഇതാ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. വീഡിയോ അലൗഡാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാ അവിടെ എത്തി നിസ്കാരമൊക്കെ എല്ലായിടത്തും കഴിഞ്ഞ് ഭക്ഷണം ഞങ്ങളെ കയ്യിലുണ്ടായിരുന്നു. അത് കഴിക്കാനുള്ള സൗകര്യങ്ങൾ അവിടുത്തെ സെക്യൂരിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ചു പോയത് ഞങ്ങൾ ബസ്സിലാണ്. ഇനി ഞങ്ങൾക്ക് എത്തേണ്ടത് കുഞ്ചത്തൂരാണ് കേട്ടോ. കുഞ്ചത്തൂരാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ കുഞ്ചത്തൂർക്ക് ഞങ്ങൾ KSRTC സ്റ്റാൻഡിൽ ചെന്നിട്ട് ബസ്സിൽ കയറിയിട്ട് ഇതാ ഞങ്ങൾ കുഞ്ചത്തൂർക്ക് പോവുകയാണ്. അപ്പോൾ കുഞ്ചത്തൂർക്ക് ഞങ്ങൾ പോണ സമയത്ത് നല്ല രാത്രി ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ നല്ല ഇരുട്ടുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദാ കുഞ്ചത്തൂർക്കുള്ള യാത്രയാണ്. അതിനിടയിലാണ് എനിക്ക് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. ഇത്ര രാത്രിയായിട്ടും പാവം കുഞ്ഞുവാവ കണ്ണും തുറന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എവിടേക്കാണ് ഈ യാത്ര എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഒരു യാത്രയിലാണ്. ആദ്യമായിട്ടായിരിക്കും അവൾ ട്രെയിനൊക്കെ കണ്ട് ഇതുപോലെയുള്ള രാത്രിയിലൊരു യാത്ര പോകുന്നത്. ഏതായാലും അവൾ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ റൂട്ടിൽ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുഞ്ചത്തൂർക്കുള്ള യാത്രയിലാണ്. അങ്ങനത്തെ കുറച്ചൊക്കെ സമയം കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ മഴയത്തും ബൈക്കിലും ഒക്കെ കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട് 2 ദിവസമായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ബസ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഏകദേശമൊക്കെ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. ഇതുപോലുള്ള വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള വ്ളോഗ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞങ്ങളെ യാത്രയിൽ ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് കുഞ്ചത്തൂരാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.